ഗൈസ് ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ നാട്ടിലത്തെ 26,000 രൂപ ഇവിടുത്തെ ഫുഡ് ഡെലിവറി ജോബ് ചെയ്തുകൊണ്ട് നമ്മൾ ഏൺ ചെയ്തത്. C5D. Awesome, thank you. സാധനം റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി പിക്കപ്പ് ചെയ്യാൻ നോക്കാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാക്കിലാകപ്പെട്ട പൂച്ചയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 29 ശനിയാഴ്ച രാവിലെ 8 മണിയായിട്ടുണ്ട്. നമ്മളിന്ന് ഡോറാഷ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഡോറാഷ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നാട്ടിലത്തെ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ളൊരു ഫുഡ് ഡെലിവറി ആപ്പാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാനഡയിലെ യൂക്കോണിലാണ്. ഞാൻ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇത് ചെയ്യാറുള്ളതാണ്. അതോടൊപ്പം തിങ്കളാഴ്ചയും മുതൽ വെള്ളിയാഴ്ച വരെ വേറൊരു ജോലിയുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. -10 ഉണ്ടെന്നാണ് ഫോർകാസ്റ്റിൽ നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. നമ്മുടെ വണ്ടി അങ്ങ് ദൂരെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി അവിടെ വരെ നടന്നു പോയി വണ്ടി ഓണാക്കി ഇടണം ആദ്യമേ. വിൻ്ററിലൊരു 10 മുതൽ 15 മിനിറ്റ് വരെ എൻജിൻ റണ്ണിങ്ങിൽ ഇടാറുണ്ട് ഞാൻ. വണ്ടിക്ക് നല്ലതായിരിക്കും. അപ്പോഴത്തേക്കും വണ്ടി ഒന്ന് നല്ലതായിട്ട് വാമായിട്ടിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കാരണം കയ്യിലൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കയറുന്ന പോലെ തോന്നുന്നുണ്ട്. അത് -10 താഴോട്ട് പോകുമ്പോഴാണ് തോന്നുന്നത്. -9 വരെയൊന്നും കുഴപ്പമില്ല, അധികം തണുപ്പെടുക്കത്തില്ല. പക്ഷേ -10 താഴോട്ട് പോകുമ്പോഴത്തേന് കാറ്റും കൂടെ ആകുമ്പോഴത്തേനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത് അത്ര വലിയ പ്രോബ്ലം അല്ല, നമ്മളെപ്പോഴും ചെയ്യാറുള്ള. കഴിഞ്ഞ വിൻ്ററിൽ ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അത് അത്ര വലിയ വിഷയമൊന്നുമില്ല. നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. ഇപ്പം വണ്ടി ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറി വണ്ടി ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഇന്ന് മഞ്ഞൊന്നും പെയ്യാത്തതുകൊണ്ട് വണ്ടിയിൽ നിന്ന് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതെന്തായാലും കാര്യമായി. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. ഇപ്പോൾ മഞ്ഞോടെ മൂവ് ചെയ്യണമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഫ്രോസൺ ആയനായിരുന്നു. എന്നാലും വണ്ടിക്ക് ഉള്ളിൽ നല്ല തണുപ്പുണ്ട്. കാരണം രാത്രി മൊത്തം ഇത് വണ്ടി വെളിയിൽ കിടക്കുമായിരുന്നല്ലോ. അപ്പം വണ്ടി ഫുള്ള് ഇങ്ങനെ തണുത്തുറഞ്ഞ് കിടക്കുമെന്ന്. ഹീറ്റപ്പ് ആവാനായിട്ടൊരു 10 മിനിറ്റെങ്കിലും എടുക്കുമായിരിക്കും മാക്സിമം. നമുക്കെന്തായാലും നോക്കാം. ഇപ്പോൾ 8:03 എന്താ -10 ഡിഗ്രി ഉണ്ട് വെളിയിൽ. ചെറിയ രീതിയിൽ കാറ്റുള്ളതുകൊണ്ട് -11 ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെന്നാണ് കൊടുത്തേക്കുന്നത്. ഇന്ന് സ്നോയൊന്നും പെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷെ നാളെ 50% സ്നോ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ഫോർകാസ്റ്റിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് വ്ളോഗിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡോർഡാഷ് ചെയ്യുന്നതും ഇവിടുത്തെ ഫുഡ് ഡെലിവറി രീതികളൊക്കെ എങ്ങനെയാണ്, പിക്കപ്പ് ഡ്രോപ്പ് ഓഫ് ഒക്കെ എങ്ങനെയാണ്, പിന്നെ അതുപോലെ നമുക്ക് ഒരു ദിവസം എത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, ഇതൊക്കെ ആദ്യമേ കാണിക്കാനാണ് വിചാരിച്ചിരുന്നത്. നമ്മൾ ഇനി സമ്മർ വരുമ്പോഴത്തേന് കൂടുതൽ ട്രാവൽ വ്ളോഗ്സ് എല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ വിൻ്ററിൽ ഒരു തുടക്കം കുറിച്ച് വയ്ക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു തുടക്കമാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ആദ്യത്തെ ടൈമാണ് ഇതുപോലെ വ്ളോഗിങ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മിസ്റ്റേക്കുകളുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നമ്മുടെ ഈ ബാഗ് നോക്കിയാൽ, ഈ ബാഗും അതോടൊപ്പം ഈ ബാഗും കണ്ടിട്ട് നാട്ടിലത്തെ ഏതെങ്കിലും ഫുഡ് ഡെലിവറി ആപ്പുമായിട്ട് സാദൃശ്യം ഉണ്ടെങ്കിൽ തികച്ചും യാദൃച്ഛികം മാത്രമായിരിക്കും. ഇവിടുത്തെ ഇതിൻ്റെയൊക്കെ കോപ്പിയാണ് ഗൈസ് നാട്ടിലത്തെ സ്വിഗ്ഗിയും സൊമാറ്റോയും. അത് അത്ര വലിയ അപരാധമൊന്നുമല്ല. മിക്കവാറുള്ള എല്ലാ കമ്പനീസും ചെയ്യാറുണ്ട്. അതുപോലെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കോപ്പി ചെയ്ത് അവരുടെ സിസ്റ്റം എല്ലാം ഒന്ന് ഈസി ആക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യാറുള്ളത്. അത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നോർമലി വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും വണ്ടി ഒന്ന് ചെറുതായിട്ട് ഹീറ്റായി വരുമ്പോഴത്തേനും ഓൺലൈൻ കൊടുക്കാറുണ്ട്. ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ ഇവിടുത്തെ ഫുഡ് ഡെലിവറി ആപ്പിൻ്റെ ഡോർഡാഷിൻ്റെ ഇങ്ങനെ ഓപ്പണായി നല്ല തിരക്കുണ്ടെന്നാണ് കാണിക്കുന്നത്. 1 മിനിറ്റ് ആവറേജ് ടൈമിൽ ഓർഡർ കിട്ടുമെന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ചെറുതായിട്ട് ഹീറ്റ് ആയതുകൊണ്ട് ഡാഷ് കൊടുക്കാം. ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മണിക്കൂർ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. എത്ര മണി വരെ നമുക്ക് ഓടാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇതുപോലെ ഷിഫ്റ്റ് എടുക്കുന്ന പോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പ്ലാറ്റിനം സ്റ്റാറ്റസിലായതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഷിഫ്റ്റ് എടുക്കാം. പക്ഷേ പ്ലാറ്റിനം സ്റ്റാറ്റസിലല്ലാത്തവർക്ക് ഇതുപോലെ മുൻകൂട്ടി എല്ലാ ആഴ്ചയും മുൻകൂട്ടി എടുക്കേണ്ടി വരും.
അത്രയും 3 മണിക്കെങ്ങാണ്ട് ഷിഫ്റ്റ് ഇതുപോലെ ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ എടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ പ്ലാറ്റിനം സ്റ്റാറ്റസിലായതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമുക്ക് ഇപ്പം തന്നെ ആദ്യത്തെ ഓർഡർ കിട്ടി. $7 ആദ്യത്തെ ഓർഡർ. 8 കിലോമീറ്ററിനാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ വരെ ചെല്ലുമ്പോഴത്തേനൊരു 3-4 കിലോമീറ്റർ പോകും. അത് കഴിഞ്ഞൊരു 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഓർഡറാണ്. നമുക്ക് ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോർമലി എല്ലാ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഡിറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പോയി എടുക്കേണ്ട സ്ഥലത്തേക്കുള്ള ഡിറക്ഷൻസ് ഇതിൻ്റെ അകത്ത് ഓണാവും. അപ്പോൾ നമുക്ക് ഇത് പിക്കപ്പ് ചെയ്യാനായിട്ട് പോകാം. വണ്ടി ഏകദേശം ഒന്ന് ഹീറ്റായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. രാവിലെ 8 മണി ആയിട്ടുണ്ടെങ്കിലും സൂര്യനൊന്നും വന്നിട്ടില്ല. വിൻ്റർ ആയതുകൊണ്ട് ഡേ ടൈം ഭയങ്കര ഷോർട്ടായിരിക്കും. അതുകൊണ്ട് സൂര്യൻ ഉദിക്കാനൊരു 9:30-10 മണിയൊക്കെ ആവും. അതേപോലെ സമ്മറിലാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് തന്നെ മിഡ് നൈറ്റിലായിരിക്കും. മിഡ് നൈറ്റിലും മിക്കവാറുള്ള ദിവസങ്ങളിൽ സൂര്യൻ കാണാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് സിറ്റി. നമ്മളുള്ള സിറ്റിയുടെ പേര് വൈറ്റ് ഹോഴ്സ് എന്നാണ്. യൂക്കോണിലെ വൈറ്റ് ഹോഴ്സ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. യൂക്കോൺ ടെറിട്ടറിയിലത്തെ ഏറ്റവും അത്യാവശ്യം ആൾക്കാർ താമസിക്കുന്ന സിറ്റികളിലൊന്നാണ് വൈറ്റ് ഹോഴ്സ്. പിന്നെ രണ്ടാമത്തെ സ്ഥാനം ഡോസൺ സിറ്റിക്ക് ഉള്ളത്. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള സിറ്റീസ്. ഇത് വേണമെങ്കിൽ ഒരു ടൂറിസം ടൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം 2 വാലികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നൊരു അടിപൊളിയൊരു ടൗണാണ്. സമ്മറിൽ ഇവിടെ ഭയങ്കര രസമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട് ഇവിടെ. കുറേ ട്രാവലിങ്ങിന് വേണ്ടിയും ട്രക്കിങ്, അതോടൊപ്പം മൗണ്ടെയിൻ ക്ലൈമ്പിങ്, കിനോയിങ്, പിന്നെ ക്യാമ്പിങ്, ഇതിനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അതോടൊപ്പം അലാസ്കയ്ക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു സ്റ്റോപ്പ് ഓവറും കൂടാണ് ഇവിടെ. അലാസ്കയ്ക്ക് പോകുന്നതിന് മുന്നേ കിട്ടുന്ന ഏറ്റവും വലിയ ടൗണാണ് വൈറ്റ് ഹോഴ്സ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കാനായിട്ട് നിർത്തും പോകുന്ന വഴിയിൽ. അതുകൊണ്ട് ഇവിടുത്തെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയാണെന്ന് ഞാൻ പറയും. ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ നാട്ടിലത്തെ പോലെ ആൾക്കാർ ഫുഡ് കഴിക്കുന്ന ടൈപ്പല്ല ഇവിടെ ഹോട്ടൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആൾക്കാർ താമസിക്കുന്ന നാട്ടിലത്തെ ലോഡ്ജ് പോലത്തെ സെറ്റപ്പിനെയാണ് ഇവിടെ ഹോട്ടൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സമ്മറിൽ നല്ല കച്ചവടമായിരിക്കും. എൻ്റെ ഒരു ഫുൾ ടൈം ജോബും ഞാനൊരു ഹോട്ടലിൽ ഫ്രണ്ട് ഡെസ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കറിയാം സമ്മറിൽ നല്ല തിരക്കായിരിക്കും. ഒരു റൂം പോലും വേക്കൻ്റ് ആയിരിക്കത്തില്ല. അതുപോലെ പ്രൈസും നല്ല ഹൈ ആയിരിക്കും. ഞാൻ മെയിനായിട്ട് വീക്കെൻഡ്സിലാണ് ഡാഷിങ് ചെയ്യാറുള്ളത്. അതും ശനിയാഴ്ചകളിൽ 15 മണിക്കൂറും ഞായറാഴ്ചകളിൽ 12 മണിക്കൂറുമാണ് ചെയ്യാറ്. കുറച്ചധികം മണിക്കൂറുകളുണ്ട്. ശനിയാഴ്ച 15 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് നല്ല പേ കിട്ടും. വീഡിയോയുടെ അവസാനം എത്ര നമുക്ക് ഏൺ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. നമ്മൾ മക്ഡൊണാൾഡ്സ് എത്താറായി. ഇവിടെ നിന്നാണ് നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയത്. $7. ഇവിടെ 2 മക്ഡൊണാൾഡ്സ് ഉണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് വാൾമാർട്ടിൻ്റെ അകത്തും. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് അടിക്കാറ്. നമുക്ക് ഇവിടെ പോയി നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ കർബ് സൈഡ് പിക്കപ്പിൻ്റെയൊക്കെ റിസർവ്ഡ് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ മിക്കവാറും പാർക്ക് ചെയ്യാറ്. നമ്മൾ ഓൺലൈൻ പിക്കപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറൈവ്ഡ് അറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ബെർക്ലേ അങ്ങനെ എന്താ പറയുന്ന പുള്ളിക്ക് ഡെലിവറി. അപ്പം ഓർഡർ നമ്പർ ഉണ്ട്. ഈ നമ്പറാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ക്യാമറ നമ്മളെടുത്ത് POV മോഡിലാക്കിയിട്ടുണ്ട്. പാർക്ക് ചെയ്ത് നമുക്ക് ബാഗ് കൊണ്ടുപോകാം. മിക്കവാറുള്ള റെസ്റ്റോറൻറ്റുകളെല്ലാം തെർമൽ ബാഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഓർഡേഴ്സ് തരാറുള്ളൂ. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് ഫുഡും നല്ല ചൂടോടെ ഇരിക്കണമല്ലോ. നമുക്ക് പോയി ആദ്യം ഓർഡേഴ്സ് ബുക്ക് ചെയ്യാം.
C5D. Yep, awesome, thank you. പിക്കപ്പ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ റെസ്റ്റോറൻറ്റിൽ കയറുക. Yeah, good. How are you? Yeah. റെസ്റ്റോറൻറ്റിൽ പിക്കപ്പ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ അറൈവ്ഡ് അറ്റ് സ്റ്റോർ എടുക്കുക, പിന്നെ അകത്ത് കയറി അവരടുത്ത് ഐറ്റം ചോദിക്കുക, എന്നിട്ട് കിട്ടുന്നതിൻ്റെ ഫോട്ടോ എടുക്കുക. അത് മിക്കവാറുള്ള 90% ഓർഡേഴ്സിനും കാണിക്കാറുണ്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പോഴത്തേനും ഓർഡർ പിക്കപ്പ് ആവും. പിന്നെ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ നമുക്ക് ആപ്പിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഇടുക, അങ്ങോട്ട് പോയി ഡെലിവറി ചെയ്തു. ഇപ്പോൾ സ്കൈ ഹോട്ടൽ എന്ന് പറഞ്ഞ എയർപോർട്ടിന് ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലിലാണ് ഡെലിവറി. ഒരുപാട് ദൂരം ഇല്ല, ട്രാഫിക് അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൊടുത്തിട്ട് വരാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പുൾ ഔട്ട് ചെയ്ത് നേരെ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷനിലേക്ക് പോവാണ് ഗൈസ്. ഒരുപാട് ദൂരമില്ല, ട്രാഫിക് അധികം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് ചെല്ലാമെന്ന് വിശ്വസിക്കുന്നു. അലാസ്ക ഹൈവേ എടുത്ത് ലെഫ്റ്റ് പോകുമ്പം അവിടുന്ന് നേരെ പോയിട്ട് അവിടെയാണ് എയർപോർട്ടുള്ളത്. എയർപോർട്ടിനോട് ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്നതാണ് അലാസ്ക ഹൈവേ. വേൾഡ് ഫേമസ് അലാസ്ക ഹൈവേ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അലാസ്കയിലേക്ക് പോകുന്ന എല്ലാ ടൂറിസ്റ്റുകളും എടുക്കുന്നൊരു ഹൈവേ ആണിത്. അതോടൊപ്പം ഇൻ ടു ദ വൈൽഡ് എന്ന് പറഞ്ഞ ആ മൂവി അല്ലെങ്കിൽ ആ ഒരു നോവൽ, അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള സെയിം അലാസ്ക ഹൈവേ ഇത് തന്നെയാണ്. പുള്ളി ചിലപ്പോൾ ഇതായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹെയ്ൻസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സിറ്റി ഉണ്ട്. പുള്ളി എന്തായാലും അതുവഴി പോയിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഇതുപോലെ ലിഫ്റ്റ് അടിച്ച് അതുവഴി പോയെന്ന് ആ സ്ഥലത്തൂടെ പാസ് ചെയ്തെന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് ആ ഫേമസ് അലാസ്ക ഹൈവേ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോവുകയാണെങ്കിൽ അവിടെയാണ് എയർപോർട്ട്. അത്ര വലിയ എയർപോർട്ടൊന്നും അല്ല, പക്ഷേ ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ്. അവിടെ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യക്കാരിൽ ഉള്ളത് പഞ്ചാബീസാണ്. പിന്നെ വരുന്ന നാഷണാലിറ്റീസ് ഫിലിപ്പീനോസ് ഉണ്ട്, പിന്നെ കുറച്ച് ചൈനീസ് ഉണ്ട്. അങ്ങനെ ബാക്കിയുള്ള കുറേ കൺട്രീസിൽ നിന്ന് കുറച്ച് എല്ലായിടത്തും ഉണ്ടാകുന്ന പഞ്ചാബീസിനെ കൊണ്ടുള്ള പ്രശ്നം ഇവിടെയും ഉണ്ട്. അവരെവിടെ പോവുകയാണെങ്കിലും അങ്ങനെയല്ലേ, നമുക്ക് കുക്ക് വാങ്ങിച്ചു തരിക എന്നുള്ള ഒരു മെയിൻ സിസ്റ്റം കൊണ്ടാണല്ലോ അവർ പോകുന്നത്. നമ്മളിവിടെ സ്കൈ ഹോട്ടലിൽ റീച്ച് ആയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ പാർക്ക് ചെയ്യാം. നോർമലി ഇവിടെയാണ് പാർക്ക് ചെയ്യാറ്. ആ ഓർഡർ ഡെലിവറി ചെയ്തു. ഞാനെടുത്ത് ക്യാമറ സെറ്റ് ചെയ്തു, പക്ഷേ ഓൺ ആക്കാനായിട്ട് മറന്നുപോയി. കസ്റ്റമർ വെളിയിൽ വന്നിട്ട് സാധനം വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുത്തായിരുന്നു. ഞാൻ വിചാരിച്ചു റെക്കോർഡിങ്ങിലാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇവിടെ വന്നിപ്പോൾ നോക്കിയപ്പം റെക്കോർഡിങ്ങിൽ അങ്ങനെ അല്ല. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഓർഡറിൻ്റെ ഇത് കാണിക്കാമെന്നുള്ളത് മിസ്സായിപ്പോയി. കുഴപ്പമില്ല, നമ്മൾ ഇനി അടുത്ത ഓർഡർ കിട്ടുന്നതിൻ്റെ ഒക്കെ കാണിക്കാം. അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് $7 കിട്ടി. അങ്ങനത്തെ $5 ഡോർ ഡാഷ് പേ ചെയ്യുക, പിന്നെ അതുപോലെ $2 അവർ ടിപ്പ് തന്നതാണ്. അപ്പോൾ അങ്ങനെ ടോട്ടലാണ് $7. അപ്പോൾ നമുക്കിതിന് തിരിച്ച് സിറ്റിയിലേക്ക് പോകണം. ഇവിടുത്തെ ഉള്ള ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഡ്രോപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് സിറ്റിയിലോട്ട് പോയാലേ അടുത്ത ഓർഡേഴ്സ് കിട്ടാറുള്ളൂ. ഇവിടുത്തെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ അത് പറയാൻ പറ്റും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം പേ കിട്ടാറുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ടൊന്നൊരു 4 കിലോമീറ്റർ എങ്ങാണ്ട് ആയതേ ഉള്ളൂ, നമുക്ക് $7 കിട്ടിയില്ലേ. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് സിറ്റിയിലേക്ക് പോകും. നമ്മളിതാ തിരിച്ച് ടൗണിലേക്ക് എത്തി. ഒരു കോഫി വാങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു കോഫി കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് എനർജിയൊക്കെ വരുമെന്ന് ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇറങ്ങാറുള്ളപ്പം കോഫി വാങ്ങിക്കാറുണ്ട്. ടിം ഹോർട്ടൻസിൽ നിന്നാണ് വാങ്ങിക്കാറ്. അങ്ങനെ പറഞ്ഞെടുത്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഓർഡർ കിട്ടി. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 9 കിലോമീറ്റർ $9. കുഴപ്പമില്ല, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം.
അക്സെപ്റ്റ് ചെയ്തു. ഈ ബാക്കിലത്തെ ടിം ഹോട്ടൻസ് അല്ല, അപ്പുറത്ത് വേറൊരു ടിം ഹോട്ടൻസ് ഉണ്ട്, അവിടെ നിന്നാണ് ഓർഡർ. ഇവിടെ മെയിൻലി 2 ടിം ഹോട്ടൻസ് ആണുള്ളത്. ഞാൻ ഇപ്പോൾ ബാക്കിലുള്ള ടിം ഹോട്ടൻസിൽ നിന്നാണ് ഈ കോഫി വാങ്ങിച്ചത്. നമുക്കൊരു 15 മണിക്കൂർ നിൽക്കാനുള്ളതല്ലേ, എക്സ്ട്രാ ലാർജ് തന്നെ വാങ്ങിച്ചു. ചിലപ്പം ചെറിയ ഉറക്കമൊക്കെ തോന്നുവാണെങ്കിൽ ഞാൻ രാത്രി ആകുമ്പോഴും ഒരു കോഫിയോടെ വാങ്ങിക്കാറുണ്ട്. ആഹാരം കഴിക്കാൻ ചിലപ്പോഴേ വീട്ടിൽ പോകാറുള്ളൂ. അതിപ്പം വിശക്കുന്നെന്ന് തോന്നിയാൽ മാത്രമേ പോകാറുള്ളൂ. മിക്കവാറും നല്ല തിരക്കാണെങ്കിൽ നമുക്ക് വിശപ്പറിയത്തില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയും ഡെലിവറി എടുക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വിശപ്പ് വരുന്ന അറിയത്തില്ല. അതുകൊണ്ട് 15 മണിക്കൂറൊക്കെ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 40 മിനിറ്റായി. പെട്ടെന്ന് പോകും. നമ്മൾ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സമയം പോകുന്നത് അറിയത്തേ ഇല്ല. മോസ്റ്റ് പാർട്ട് ഇതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും ഇവിടെ സമയം പോകുന്നത്. കാരണം കൊടുക്കേണ്ടതൊക്കെ അത്യാവശ്യം നല്ല ദൂരമുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പോൾ ഇത് തന്നെ ആണെങ്കിലും ഇവിടുന്ന് എടുത്ത് എന്തായാലും ഒരു 8 കിലോമീറ്റർ ഉണ്ടായിരിക്കും. പോട്ടർ ക്രീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെങ്ങാണ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല എങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇനി ഓർഡർ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലേ മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും നമുക്ക് ഈ ഓർഡറിൻ്റെയും പിക്കപ്പ് ആൻഡ് ഡെലിവറി കാണിക്കാം. നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അറൈവ്ഡ് അറ്റ് സ്റ്റോർ കൊടുക്കാം. 8:41 പിക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 മിനിറ്റുണ്ട്. അത് ചെറിയൊരു തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു സാധനം റെഡി ആയിട്ടില്ല. നമുക്ക് 2-3 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് പോയി പിക്കപ്പ് ചെയ്യാം. സാധനം റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി പിക്കപ്പ് ചെയ്യാൻ നോക്കാം. നമുക്ക് ബാഗ് എടുക്കാം. റെഡി ആയിട്ടില്ലെന്നാ തോന്നുന്നു. Is it for Chelsea? Awesome. Excellent. Thank you. നമ്മളിവിടെ നിന്ന് ഓർഡർ പിക്കപ്പ് ചെയ്തു. ഇപ്പം കൊടുക്കാനുള്ളത് കോപ്പർ റിഡ്ജിലാണെന്നാണ് തോന്നുന്നത്. ബ്ലൂ ജേ അവന്യൂ കോപ്പർ റിഡ്ജിലാണുള്ളതെന്നാണ് തോന്നുന്നത്. 11 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 7 കിലോമീറ്റർ. പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അവിടെ കുറച്ച് ലേറ്റായി. പക്ഷെ കുഴപ്പമില്ല. എന്തായാലും ഈ ഡ്രോപ്പ് ഓഫ് മറക്കാതെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. 3 ബ്ലൂ ജേ വേല. ഇതും ലീവ് അറ്റ് ഡോർ ഓർഡർ. അപ്പം നമ്മളവിടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്ന ടൈപ്പ് ഓർഡറാണിതും. ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. 9 മണിയായിട്ടുണ്ട്. എന്നിട്ടും സൂര്യഭഗവാൻ ഇതുവരെയ്ക്കും എത്തിയിട്ടില്ല. കണ്ടിട്ട് അത്ര ക്ലൗഡി എല്ലാം തോന്നുന്നിട്ടും സൂര്യൻ എന്തായ വരാത്തതെന്ന് അറിയത്തില്ല. മിക്കവാറും 10 മണിയാകുമ്പോൾ വരായിരിക്കും. ഡ്രോപ്പ് ഓഫ് ഓർഡേഴ്സ് അല്ല, ഡോറിൻ്റെ അവിടെ എത്തുക, ഇവിടെ ഡ്രോപ്പ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, പോകുക. എത്രയാണുള്ളത്? ചെറുതായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. വിൻ്ററിൽ ഈ ഡെലിവറി ചെയ്യുന്നത് പുറത്തിരുന്ന് പെട്ടെന്ന് തണുത്തു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഈ ഓർഡർ ബേസിക് ഡെലിവറി $4.5 അതോടൊപ്പം $4.5 നമുക്ക് ടിപ്പ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അങ്ങനെ $9 രണ്ടാമത്തെ ഡെലിവറി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ തിരിച്ച് സിറ്റിയിലേക്ക് പോകണം. 10-12 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്.
അപ്പം ഞാൻ വിചാരിക്കുന്നു ഇനി സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് ഒരു സ്കൈയും കാര്യങ്ങളെല്ലാം ക്ലിയറായി കുറച്ച് വെട്ടമൊക്കെ വരുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ടെല്ലാം കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ആദ്യത്തെ 2 ഓർഡേഴ്സ് നിങ്ങളെ കാണിക്കാൻ പറ്റിയല്ലോ. ആദ്യത്തെ ദിവസം ഇത്രയെങ്കിലും നല്ലതായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ കുഴപ്പമില്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഗായ്സ്, ഇവിടെ രാവിലെ 10:53 ആയിട്ടുണ്ട്. സൂര്യൻ എത്തിയിട്ടില്ല, എന്നാലും നേരമൊക്കെ ഒന്ന് വെളുത്തിട്ടുണ്ട്. 11 മണി ആവാറായി. ഞാൻ വീണ്ടും ഒരു 5-6 ഓർഡേഴ്സ് അങ്ങോട്ട് കിട്ടി. ടോട്ടൽ നമുക്ക് ഇതുവരെ $50 ഡോർഡാഷിലും $16 യൂബർ റൈറ്റ്സിലും ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ $66 ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം 2 ഓർഡേഴ്സ് കിട്ടി റിക്കീസിൽ. ഞാൻ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുക. പിക്കപ്പ് ടൈം 10:52 കാണിക്കുന്നത്. 2 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് $19 ഓർഡറാണ്. ഇത് രണ്ടും കൊടുക്കുമ്പോഴത്തേനും $19 കിട്ടും. അവർ വീണ്ടും ടിപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ 20-ന് മുകളിൽ പോവും. ഞാനിവിടെ പാർക്ക് ചെയ്തിരിക്കുക. ഇവിടുത്തെ ചുറ്റുമുള്ള വിഷ്വൽസ് ഒന്ന് നിങ്ങളെ കാണിക്കാം. അല്ലേ, ഫുള്ളും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സിറ്റിയാണ്, ഒരു വാലിയാണിത്. ചുറ്റും ഇങ്ങനെ മലകൾ കാണാം നിങ്ങൾക്ക്. അപ്പം ഒക്കെ ഉള്ളൂ. ഞാൻ പോയി ഓർഡർ എടുത്തിട്ട് ഡെലിവറി ചെയ്യാൻ നേരത്തിന് കാണിക്കാം. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് ചാക്കിലകപ്പെട്ട പൂച്ച എന്ന് ഇടാനുള്ള കാരണം പറയാം. പൂച്ച എന്തായാലും ഞാനന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചാക്കിലകപ്പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു മിഡിൽ ക്ലാസ്സിൽ ജനിക്കുന്ന ഏതൊരാൾക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ പ്രശ്നങ്ങളെല്ലാം കൂടി ചേർത്താണ് ചാക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം മിഡിൽ ക്ലാസ്സിൽ ജനിക്കുന്ന ഒരാൾ 10-25 വയസ്സ് കഴിയുമ്പോഴത്തേന് നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ആ കുറേ കോമൺ പ്രശ്നങ്ങൾ തന്നെ. അതേ പ്രശ്നങ്ങൾ ഞാനും നേരിടുന്നുണ്ട്. അത് ഫിനാൻഷ്യലാവാം, അല്ലാത്ത കാര്യങ്ങളാവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ ചാക്കെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ചാക്കിലകപ്പെട്ട പൂച്ച ഇടാനുള്ള മെയിനായിട്ടുള്ള കാരണം അതാണ്. പിന്നെ കാട്ടാക്കട തങ്കപ്പനും ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണം. പുള്ളിക്കാരൻ്റെ നോവലാണല്ലോ ചാക്കിലകപ്പെട്ട പൂച്ച. ഒരു അത്യാവശ്യം കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതും എന്നാൽ അതേസമയം കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യവും ഉള്ള ഒരു പേരാണ് തോന്നി. അതുകൊണ്ടാണ് ഇത് തന്നെ ഇടാൻ കാരണം. അപ്പം നമ്മൾ എന്തെങ്കിലും ചാക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരാക്രമങ്ങളാണ് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നത്. ഇത് കുറേ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ടാസ്ക്കാന്ന് തോന്നുന്നു. അവിടെ നിന്ന് എടുത്തു ഗൈസ്. അങ്ങനെ നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള സിഗ്നലാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുക്കാൻ നിൽക്കുമ്പം അപ്പുറത്തുനിന്ന് നേരെ വരുന്ന വണ്ടി കാണത്തില്ല. വിൻ്റർ റോഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്പീഡിലെടുക്കാൻ പറ്റത്തില്ല. അങ്ങ് തെന്നി അവിടെ തന്നെ അങ്ങ് നിൽക്കും. അല്ല, വെളിയിൽ അത്യാവശ്യം നല്ല തെന്നലുണ്ട്. റെസ്റ്റോറൻറ്റിൽ പോയപ്പം അവിടെ എൻ്റെ ഫ്രണ്ടിലെല്ലാം ഭയങ്കര ഐസി ആയിട്ടിരുന്നിട്ട് അങ്ങ് തെന്നുമായിരുന്നു നടക്കുമ്പോഴെല്ലാം. വിൻ്റർ ബൂട്ട്സ് ആണ് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഒരു റബ്ബർ ടൈപ്പ് ബൂട്ട്സായിട്ട് നമ്മുടെ നാട്ടിൽ മറ്റേ ടാറിങ് പണിക്കാരൊക്കെ എടുത്തില്ല, അതുപോലത്തെ ടൈപ്പ് ഇതാണ് ഇട്ടേക്കുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് സ്നോ ഉണ്ടാവും. ഇപ്പോൾ നോർമൽ ഷൂ ഇട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ അത്ര ഹൈ ടോപ്പ് അല്ലാത്ത ബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് സ്നോ കയറിയിട്ട് കാലെല്ലാം അങ്ങ് ഫ്രീസ് ആവും. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഹൈ ടോപ്പ് ആയതുകൊണ്ട് മഞ്ഞകത്ത് കയറത്തില്ല. പിന്നെ ചെറുതായിട്ടൊക്കെ തണുക്കും. പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് ഹീറ്റ് ഓൺ ആക്കിയിട്ടേക്കുമല്ലേ, അപ്പം പതിയെ അതങ്ങ് മാറിക്കോളും. അതും കൂടെ നോക്കിയിട്ടാണ് ഈ ഷൂ ഇടാമെന്ന് വിചാരിച്ചത്. കാരണം കഴിഞ്ഞ വർഷവും ഇതേ സെയിം ഷൂ ഇട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. എന്തായാലും കഴിഞ്ഞ വർഷത്തിന് അത്രയും തണുപ്പില്ല ഈ വട്ടം. കഴിഞ്ഞ വർഷം ഈ സമയത്ത് -20 താഴെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ -10 ഉള്ളൂ.
നമ്മൾ -35-38 ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് പാടാണ്, ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അതിൻ്റെ കൂടെ ഈ കാറ്റൂടെ അടിക്കും, അപ്പോൾ എന്തായാലും -40 മേളിൽ പോവും. അത് കുറച്ച് ടാസ്ക്കാണ്. കാരണം ഈ കാറ്റടിക്കുമ്പോൾ നമ്മുടെ ദേഹത്തെല്ലാം ഇങ്ങനെ മുള്ളു കൊണ്ട് കുത്തുന്ന പോലെ തോന്നും. അത് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അത് ഭയങ്കര വേദനിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് വേദനിക്കും. ഈ വട്ടം എന്തായാലും -30 താഴെ എന്തായാലും പോവും. ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിൽ എന്തായാലും പോവും. ഇപ്പം ശനി ഞായർ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡെലിവറി ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് അത്ര ടാസ്ക് ഇല്ല, കുഴപ്പമില്ല. ആദ്യം പോയി വണ്ടി ഓണാക്കിയിട്ട് അതിൻ്റെ അകത്ത് കയറുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ അതുമായിട്ട് ഓക്കെ ആകുമ്പോഴത്തേനും പിന്നെ നമുക്ക് ആ ഒരു വലിയ ഇത് തോന്നത്തില്ല. എന്നാൽ ഈ കാറ്റടിക്കുമ്പോൾ ഭയങ്കര സീനായിരിക്കും. ഗ്ലൗസൊക്കെ ഉണ്ട്, എന്നാലും ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഡെലിവറി ചെയ്യുന്നത് കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് ഫോണിൽ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ടച്ച് ചെയ്യാൻ പറ്റുന്ന ഗ്ലൗസ് ഉണ്ട്, എന്നാലും എനിക്ക് ഗ്ലൗസ് ഇടുന്ന അത്ര ഒരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഗ്ലൗസ് ഇടാറില്ല. പക്ഷേ ഗ്ലൗസ് ഉണ്ട് എൻ്റെ അടുത്ത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട് ഗ്ലൗസ് ഉണ്ട്. പിന്നെ ഈ ജാക്കറ്റ് അത്യാവശ്യം തണുപ്പിനെയൊക്കെ ഹോൾഡ് ചെയ്യുന്നതാണ് തോന്നുന്നത്. എനിക്കങ്ങനെ ശരീരവും കാലും ഒന്നും അങ്ങനെ പെട്ടെന്ന് തണുക്കാറില്ല. മെയിനായിട്ട് പ്രശ്നം ഫിംഗേഴ്സും പിന്നെ ചെവിയുമാണ്. ഇത് രണ്ടുമാണ് തണുത്തിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. ബാക്കിയൊന്നും അത്ര പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ സംസാരിച്ചിരുന്ന് ആ ഒരു ടേൺ മിസ്സായി. ഇനിയിപ്പോൾ ഇനി കറങ്ങിപ്പോകണം, അല്ലെങ്കിൽ അവിടുന്ന് റൗണ്ട് അബൌട്ടിൽ നിന്ന് എടുത്തിട്ട് വരണം. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെ വന്നാൽ എന്തായാലും നല്ലതായെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളെ ഈ മൗണ്ടൻ വ്യൂ ഡ്രൈവ് ഒന്ന് കാണിക്കാമല്ലോ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ ഒരു താഴ്വാരത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേന് ചുറ്റും ഇങ്ങനെ മൗണ്ടെയ്ൻസും ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ സ്നോ കൊണ്ട് ഇങ്ങനെ പൊതഞ്ഞ് കിടക്കുന്നതൊക്കെ. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങും. ഇവിടുന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൂടെ കാണാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രസമല്ലേ അത്, ഇങ്ങനെ ഡ്രൈവ് ചെയ്തു. ഈ ഒരു പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ. എപ്പോഴും നല്ല രസമാണ്. ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ, ഇപ്പോൾ 70-ലാണ് പോകുന്നത്, 90-ലൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ലതായിട്ട് പോകാൻ നല്ല രസമാണ്. അതുപോലെ ഇതിങ്ങനെ കറങ്ങി തിരിച്ചു വരുമ്പോഴും നല്ല അടിപൊളി രസമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് വിസിൽ ബെൻഡിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് വിസിൽ ബെൻഡിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് റേഞ്ച് റോഡായിരുന്നു പോകേണ്ടത്. പക്ഷേ ആ ടേൺ മിസ്സായതുകൊണ്ട് നമുക്ക് അവിടെ പോയി റൗണ്ട് അബൌട്ട് എടുത്ത് തിരിച്ചു വരാം. അപ്പോൾ തിരിച്ചിറങ്ങുന്നതിൻ്റെ ആ കാഴ്ചയും കൂടെ കാണാമല്ലോ. എന്തായാലും കാറിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു അക്സസറി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്യാമറ കാറിൻ്റെ മണ്ടയിൽ മൗണ്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും. നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ എപ്പോഴെങ്കിലും അത് ഷൂട്ട് ചെയ്തെടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ടേൺ എടുക്കാനാണ് നേരത്തെ മിസ്സായിപ്പോയത്. അപ്പോൾ ചാക്കിലകപ്പെട്ട പൂച്ച എന്നുള്ള പേരിടാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രത്തോളം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങളിലേക്ക് എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെലിവറി ലൊക്കേഷൻ എത്താറായി. ക്രൗ സ്ട്രീറ്റിലാണ്. കാക്ക സ്ട്രീറ്റ് എന്ന് പറയും. കാക്ക സ്ട്രീറ്റിലേക്ക് നമ്മളെത്തി. ബിൽഡിംഗ് നമ്പർ 3 ആണ്. ഇവിടെ ബിൽഡിംഗ് നമ്പർ വെച്ചാണ് അഡ്രസ്സ് എല്ലാം കാണിക്കുന്നത്. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ്. നാട്ടിലത്തേൻ്റെ കൂട്ട് നമ്മൾ അഡ്രസ്സ് തപ്പി നടക്കണ്ട. അപ്പം നമുക്ക് ഡെലിവറി ചെയ്തിട്ട് വരാം. ടൈലറിൻ്റെ നമ്മൾ ആദ്യം പിക്കപ്പ് ചെയ്ത ഓർഡർ ഇവിടെ കൊടുക്കാനുള്ളത്. നമ്മൾ ഡ്രോപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ലീവ് ഇറ്റ് അറ്റ് ദ ഡോർ. അപ്പം ഡോറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ ഫോട്ടോ എടുത്താൽ മതി. അതാണ് എളുപ്പം. കൊണ്ടുവയ്ക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വരുന്നു. ആരെയും വിളിക്കേണ്ട. സമയം പോത്തില്ല. സമയം ലാഭം, എല്ലാം ലാഭം. ഇവിടെ എല്ലാം സമയത്തിനാണല്ലോ വില. സമയത്തിന് കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം കാനഡ. US-ഉം അതേപോലെ തന്നെ. നമ്മൾ അത് ഡെലിവറി ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത് സ്റ്റെഫനിക്ക് കൊണ്ടുകൊടുക്കണം. അത് സ്കൂക്കം ഡ്രൈവ്. അത്
വിസിൽ ബെൻഡിലാണ്. നമ്മൾ നേരത്തെ റൗണ്ട് അബൌട്ടിൽ പോയില്ലേ, അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകണം. നമ്മൾ രണ്ടാമത്തെ ഡെലിവറി കൊടുക്കേണ്ട ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 3 സ്കൂക്കൺ ഡ്രൈവ്. അവിടെ അടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയാണ് പാർക്ക് ചെയ്തത്. ഇനി ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് നടന്നു പോയി കൊടുക്കണം. കുഴപ്പമില്ല, നമുക്ക് ബാഗോടുകൂടി എടുത്തുകൊണ്ട് പോവാം. അത്യാവശ്യം നല്ല സ്ഥലമാണ്. കുറേ പുതിയ കൺസ്ട്രക്ഷൻസും എല്ലാം ആയതുകൊണ്ട് വീടൊക്കെ നല്ല അടിപൊളിയാണ്. വിസിൽ ബെൻഡിൽ മൊത്തത്തിൽ അവർ പുതിയൊരു ചെറിയ സിറ്റി പോലെ ഉണ്ടാക്കിയെടുക്കുന്നൊരു പ്ലാനിങ്ങിലാണ് അവർ. അപ്പോൾ അവിടുത്തെ കൺസ്ട്രക്ഷൻസ് എല്ലാം പുതിയതാണ്. സ്റ്റെഫനിയുടെയും ലീവ് അറ്റ് ഡോറ. നമുക്ക് ലീവ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പോവാം. പട്ടി നമ്മളെ കണ്ടുകൊണ്ട് കുരയ്ക്കുന്നുണ്ട്. ഡെലിവറി ചെയ്ത് ഫോട്ടോ എടുത്ത് പോവാം. അവരുടെ ഡോറിൽ ഡോർബെൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും. ഇവിടുത്തെ ഒരു 90% വീടുകളിലും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവരത് വെക്കാറുണ്ട്. അപ്പം എന്തെങ്കിലും മോശം ഡിറ്റക്റ്റ് ചെയ്യുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡിംഗ് ഒക്കെ തുടങ്ങും. അതോടൊപ്പം ബട്ടണിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഓണറുമായിട്ട് ഡയറക്റ്റ് കോൾ ചെയ്യാനും പറ്റും. നമുക്ക് $19 ഓർഡറായിരുന്നു. പക്ഷേ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് $21.5 കിട്ടി. $6 ബേസിക് പേ, ഒരാൾ $5.5 ടിപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരാൾ $10 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഓർഡറായിരുന്നു. ഇപ്പം നമുക്ക് ടോട്ടൽ $87 ആയി. $100 അടുക്കാറാവുന്നു. 9, 10, 11 3.5 മണിക്കൂറോളം ആവുന്നു നമ്മൾ ഇറങ്ങിയിട്ട്. പിന്നെയും ഉണ്ട് 12 മണിക്കൂറോളം ചെയ്യാൻ. നമുക്കിപ്പം വാൾമാർട്ടിൻ്റെ അവിടെ ചേർന്നുള്ള മെക്ഡൊണാൾഡ്സിൽ നിന്നൊരു ഡ്രൈവ് ത്രൂ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് സ്റ്റോറിൻ്റെ അകത്തും പോയി പിക്കപ്പ് ചെയ്യാം, നമുക്ക് ഡ്രൈവ് ത്രൂവിലും കയറി പിക്കപ്പ് ചെയ്യാം. അപ്പം അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനിപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഫ്രണ്ടിലത്തെ കാറൊന്ന് മുന്നോട്ട് പോയത്. ഹലോ, ഡോർഡാഷ് പിക്കപ്പ് 38F. awesome, thank you. പിക്കപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കണം. ഫോൺ എടുത്ത് കയ്യിൽ വെച്ചേക്കാം. നമ്മുടെ ചാൻസായി. $38F? Yep. Awesome, thank you. വാങ്ങിച്ചു. എന്നിട്ട് ഫോട്ടോ എടുത്തു. പതിയെ ഫ്രണ്ടിലോട്ട് പോവാം. അത്രേ ഉള്ളൂ. നല്ല എളുപ്പമാണ്. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. നടക്കേണ്ടതൊന്നും വന്നില്ല. വിൽസൺ ഡ്രൈവ് ഹാമിൽട്ടൺ ബുളവാർഡിലേക്കാണ് പോകേണ്ടത്. സ്ഥിരം ഓർഡർ ചെയ്യുന്ന വീടാണ്. എനിക്ക് കാണാപ്പാട വേറെ വീട്. ഒരു കയറ്റത്തിൽ കൊണ്ടിങ്ങനെ നിർത്തണം, മറ്റേ ആ സൈഡിൽ കൊണ്ട് ഡെലിവറി ചെയ്യണം. എല്ലാ ആഴ്ചയും ഒരു വട്ടമെങ്കിലും എനിക്ക് ഓർഡർ കിട്ടുന്ന വീടാണ് അത്. നമ്മളിത് ആ ലൊക്കേഷൻ എത്താറായി. ഞാൻ പറഞ്ഞ ഒരു കയറ്റം കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ, ആ സൈഡിൽ വീടിൻ്റെ സൈഡിൽ വയ്ക്കണമെന്ന്. ആ വീട് എത്താറായി. പിന്നെ ഒരു സ്ഥിരം ഓർഡർ ചെയ്യുന്ന വീടാണ് അത്. 24 2 യൂണിറ്റ് ഉണ്ട്. ഇത് A ആണെന്ന് തോന്നുന്നു. ആ അത് തന്നെ, എയിലായിരിക്കും മിക്കവാറും ഡെലിവറി ചെയ്യുന്നത്. നമുക്ക് ഇത് കൊണ്ട് ഡെലിവറി ചെയ്തിട്ട് വരാം. എയിൽ തന്നെയാണ് ഡെലിവറി. പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഇന്നലെ ഞാൻ തോന്നുന്നൊരു മീമ് കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. പാട്ട് ലാൽപ്പരി ലാൽപ്പരി ലാൽപ്പരി, എന്നിട്ട് നമ്മുടെ ലാലിൻ്റെ ഡാൻസും. ആ മീമ് കാണുന്ന ലാലിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാനിപ്പോൾ. മറിച്ച് നോക്കിയാൽ പുള്ളി ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇത് വന്നു. എന്താ അല്ലേ, കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതിനെ സമ്മതിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ വല്ലതും
സെർച്ച് ചെയ്ത് നോക്ക്, നല്ല അടിപൊളി ഐറ്റം. അപ്പം നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ഇനി തിരിച്ച് സിറ്റിയിലേക്ക് പോകാം. അപ്പം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് പെട്രോൾ ഹാഫ് ടാങ്കിൻ്റെ താഴെ പോയി. ഞാൻ എപ്പോഴും ഹാഫ് ടാങ്കിൻ്റെ താഴെ പോകുമ്പോഴത്തേന് ഗ്യാസ് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഇങ്ങനെ ഗ്യാസ് അടിക്കുന്നതെന്നൊക്കെ നിങ്ങളെ കാണിക്കുകയും ചെയ്യാമല്ലോ. നമുക്ക് മെഷീനിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് സെറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും $50 അടിക്കുന്നത്. പെട്രോളിന് വില കൂടിയാലും ഇല്ലെങ്കിലും നമ്മൾ $50 അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, അപ്പോഴത്തേനും അവിടുന്ന് ഓതറൈസ്ഡ് ആവും. നമുക്ക് ഇത് ഓക്കെ കൊടുക്കുക, അപ്പം തന്നെ ഓതറൈസിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി അത് ചെയ്യാൻ മറന്നുപോയി. ഗ്യാസ് ടാങ്കിൻ്റെ ക്യാപ്പ് തുറന്ന് എന്നിട്ട് നോസിലെടുക്കുക. നമുക്ക് വേണ്ട ഗ്രേഡ് സെലക്ട് ചെയ്യുക. അത് ക്യാൻസലായിപ്പോയി ഗൈസ്, ലേറ്റ് ആയതുകൊണ്ട് ക്യാൻസലാവും. ട്രാൻസാക്ഷൻ ക്യാൻസൽ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ. ഇത്ര 30 സെക്കൻഡോ അതിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ക്യാൻസലായിപ്പോൾ. അതെന്തോ സേഫ്റ്റി ഫീച്ചേഴ്സിന് വേണ്ടി വെച്ചേക്കുന്നത് അവർ. നമുക്ക് വീണ്ടും ഇപ്പോൾ ഒന്നുകൂടെ ചെയ്യണം. 50 നമുക്ക് പേ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം നോസിലെടുക്കുക. നമുക്ക് വേണ്ട ഗ്രേഡ് സെലക്ട് ചെയ്യുക. അടിച്ചു തുടങ്ങുക. ഇവിടെ പെട്രോൾ എന്നല്ല, ഇവിടെ ഗ്യാസ് എന്നാണ് പൊതുവെ പറയാറ്. അതിന് കാരണം ഗ്യാസൊലീനാണ്. ഇവിടുത്തെ നാട്ടിലാണുള്ള പെട്രോൾ എത്തനോളൊക്കെ മിക്സ് ചെയ്യുന്നത്. ഇവിടെ എനിക്കൊന്ന് ഒക്ടേനും കണ്ടാതൊന്ന് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഗ്യാസൊലീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചുരുക്കി ഗ്യാസ് എന്ന് പറയാറുണ്ട്. ഇവിടുത്തെ 1 ലിറ്ററിനുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ $49. നാട്ടിലത്തെ ഒരു 90, നാട്ടിലത്തേക്കാളും വിലക്കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ 1 ലിറ്ററിന്. അതെപ്പോഴും ആശ്ചര്യപ്പെടുത്താറുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലൊരു എക്കണോമിക്സ് ഉണ്ട്. പെട്രോളിന് വില കൂടുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിൽ സാധനങ്ങൾക്കും വില കൂടും. കാരണം ട്രാൻസ്പോർട്ടേഷൻ അതിന് സാധനങ്ങൾ എത്തിക്കുന്നതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. ഇവിടെ പെട്രോളിന് ഇത്ര വില ഉള്ളതുകൊണ്ട് സാധനങ്ങളുടെ വില ഒരു പരിധി വരെ കുറഞ്ഞു നിൽക്കാൻ അതൊരു മുതൽക്കൂട്ടാവുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ നാട്ടിൽ സാധനങ്ങളുടെ വില കൂടുന്നതിന് മെയിൻ കാരണം പെട്രോളിൻ്റെ വിലയാണ്. കാറ്റൂടെ അടിക്കുന്നുണ്ട്. സീൻ നമ്മൾ അടിച്ചു കഴിഞ്ഞു. നമുക്ക് യൂബറിലൊരു ഓർഡർ കിട്ടിയായിരുന്നു മെക്ഡോണൾഡ്സിൽ നിന്ന്. അതിനെ എടുക്കാൻ പോവാം. സമയം ഇപ്പം 4 മണി കഴിഞ്ഞു. നമ്മൾ 10-25 ഡെലിവറീസോളം ചെയ്ത് കഴിഞ്ഞു. $250 കിട്ടി. പിന്നെ ഇപ്പോൾ 2 ഡെലിവറി ഇവിടെ കിട്ടി. അതിപ്പോൾ എടുക്കാനായിട്ട് പിസ്സയിലും പിന്നെ പാനഗോ പിസ്സയിലും 2 ഡെലിവറി കിട്ടി. അതെടുക്കാനായിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് അത്യാവശ്യം നല്ല പേ ഉള്ളത്. $18 കാണിച്ചത്. 5 കിലോമീറ്റർ അത്രയും കണ്ടുള്ള നല്ല ഓർഡറായി. അതിനിപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുൾ ആവാറായി. അപ്പോൾ ഒരു എൻഡിങ് വീഡിയോ ചെയ്യാനുള്ള സ്പേസ് ലീവ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ മടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഉള്ള മൈക്രോ SD കാർഡ് എന്തോ സ്പീഡ് കുറവാന്ന് പറഞ്ഞ് റെക്കോർഡ് ആവുന്നില്ല. പിന്നെ വേറൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച എങ്ങാണ്ടേ വരത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്ത് പോകേണ്ടി വരുമെന്ന് തോന്നുന്നത്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ അത് പോയി പിക്കപ്പ് ചെയ്യാൻ പോവാം. അങ്ങനെ ഇന്നത്തെ അവസാനത്തെ ഡെലിവറിയിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇതോടെ ചെയ്തിട്ട് അങ്ങ് നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു. യൂബർ ഈറ്റ്സിലൊരു ഓർഡർ കിട്ടിയായിരുന്നു $12 പോർട്ടർ ക്രീക്കിൽ പോകാൻ മെക്ഡോണൾഡ്സിൽ നിന്ന്. പക്ഷേ അത് പിന്നെ ക്യാൻസൽ ചെയ്തു. അത് അങ്ങോട്ട് പോകുന്നതിന് നഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തിട്ട് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ എത്ര സമയം ലാഭമാണ്. പെട്ടെന്ന് വീട്ടിൽ ചെല്ലും ചെയ്യും. മറ്റേത് പോയിട്ട് വരുമ്പോഴത്തേനും വീണ്ടും ഒരു 45 മിനിറ്റ്സ് അങ്ങ് പോവും. 37B ഡെലിവറി.
37A ആയി. ഒരു ടാക്സിക്കാരൻ റോഡ് നടുക്കുണ്ട് നിർത്തിയിട്ടേക്കുന്നു. ഇതാണ് 37B. ഇവിടാണ് ഡെലിവറി കൊടുക്കേണ്ടത്. ഡമാൻഡ് പ്രീറ്റ് കോർ പഞ്ചാബിയാണ്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത്. വിർസ ഇന്ത്യനോ അങ്ങനെ എന്താ പറഞ്ഞത് റെസ്റ്റോറൻറ്റിൽ നിന്ന്. നമുക്കിത് കൊണ്ടപ്പോൾ ഡെലിവറി ചെയ്യാം. ലീവ് അപ്പാർട്ട്മെൻറ്റോ ഫ്രണ്ട് എൻട്രൻസിൽ കൊണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ മതി. പരിപാടി കഴിയും. പിന്നെ അവസാനത്തെ ഓർഡറും നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. ഇപ്പം എന്താ 10:56 ആയിട്ടുണ്ട്. ഏകദേശം 15 മണിക്കൂറോളം നമ്മൾ ഡോർ ഡാഷിങ് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഒരു മിനിറ്റ് പോലും നമ്മൾ ബ്രേക്ക് എടുക്കാൻ സമയം കിട്ടിയതേ ഇല്ല. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 ഓർഡേഴ്സ് കിട്ടുന്നതിൻ്റെ ഇടയിലൊരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ട വന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല തിരക്കായിരുന്നു. നമ്മൾ ഇന്ന് എത്ര ഡെലിവറി ചെയ്തെന്ന് നോക്കാം. ഡോർഡാഷ് ആപ്പിൽ നമ്മൾ നോക്കട്ടെ. നമ്മൾ ഡോർഡാഷിൽ 38 ഓർഡേഴ്സ് ഡെലിവറി ചെയ്ത്. അതുപോലെ യൂബർ ഈറ്റ്സിൽ 9 ഓർഡേഴ്സും. അങ്ങനെ ടോട്ടൽ നമ്മൾ 47 ഓർഡേഴ്സ് ഡെലിവറി ചെയ്ത്. ചിലപ്പോഴൊക്കെ ഞാൻ 50-ന് മുകളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ടോട്ടലിൽ ഏൺ ചെയ്തത് 413 കനേഡിയൻ ഡോളറാണ്. അത് നമ്മുടെ നാട്ടിലത്തെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഇതാണ് 26,000 സംതിങ് രൂപ നമ്മൾ ഏൺ ചെയ്തു. അപ്പം കുറച്ച് കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിച്ചതെന്നൊന്നും പറയണ്ട. കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതിപ്പോൾ എവിടെ ആണെങ്കിലും. ഏതൊരു സിനിമയ്ക്കകത്ത് പറയുന്നല്ലോ, കഷ്ടപ്പെടുന്നവൻ്റെ എന്തോ ആണ് ദുബായ് എന്ന് പറയുന്നത്. ഞാൻ വിട്ട് അങ്ങനെയല്ല. കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ദുബായ് അല്ലേ, ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം. ഞാൻ ഡോർഡാഷ് ചെയ്യുന്ന പൈസ കൊണ്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ എക്സ്പെൻസുകളും എൻ്റെ കുറേ ആവശ്യങ്ങളും പണ്ട് കാലത്ത് ആഗ്രഹിച്ച കുറേ സാധനങ്ങളുമൊക്കെ വാങ്ങിക്കുകയാണ് ഞാൻ ചെയ്യാറ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്യാമറ തന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതലേ ഒരു 360 ഡിഗ്രി ക്യാമറ വാങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇതുവരെയ്ക്ക് നടന്നില്ല. പക്ഷേ ഇപ്പോൾ നടന്ന്. അത് ഞാൻ ഡോർഡാഷ് ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ സ്ട്രെച്ച് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ കുറേ സൈഡ് ഹസിൽസൊക്കെ നോക്കിയാലേ പറ്റത്തുള്ളൂ. ഒരു ജോലി കൊണ്ട് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ കൊണ്ട് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റത്തുള്ളൂ എന്ന് പഠിച്ച് ഞാൻ അവിടെ വന്നിട്ട് ചാക്കിലകപ്പെട്ടപ്പോഴാണ് ഇതൊക്കെ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്കതൊക്കെ തിരുത്താൻ പറ്റും. അത് ഭയങ്കരമായിട്ട് സഹായിക്കും. ഇപ്പം ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്. ഇതാരെങ്കിലുമൊക്കെ കാണുമെന്ന് പോലും ഡൗട്ടാണ്. പക്ഷേ കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും സജഷൻസ് കമൻസിൽ അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം 11 മണിയാവുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. ക്യാമറയ്ക്കകത്തിലെ ഫയൽസ് എല്ലാം ലാപ്ടോപ്പിലേക്ക് മാറ്റണം. കാരണം നാളെയും ഡോർഡാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണമല്ലോ. അപ്പം സ്റ്റോറേജ് കാണത്തില്ല. അപ്പോൾ അത് ചെയ്യണം. എന്നിട്ട് കുളിക്കണം, ഉറങ്ങണം. എന്നിട്ട് നാളെ രാവിലെ വീണ്ടും ഇറങ്ങണം. അതാണ് പ്ലാൻ. അപ്പോൾ ഓക്കെ.